അർജുൻ, ഇപ്പോൾ ADGP RSS കൂടിക്കാഴ്ചയിൽ പരസ്യമായി പ്രതികരിക്കുകയും ലേഖനം എഴുതുകയും ഒക്കെ ചെയ്ത CPIക്ക് ഇന്നലെ മുഖത്തേറ്റ അടിയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. ഇപ്പോൾ എന്തിനാണ് അവിടെ തുടരുന്നത് നാണം കെട്ട് എന്നിപ്പോൾ കോൺഗ്രസ് ചോദിക്കുന്നു. എന്താണ് ഇതിപ്പോൾ കെ സുധാകരൻ മാത്രം പ്രതികരണമായി കണ്ടാൽ മതിയോ? സ്മൃതി, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തിച്ചേർന്ന ഒരു രാഷ്ട്രീയപരമായ പ്രതിസന്ധിയെ പരമാവധി രാഷ്ട്രീയപരമായി തന്നെ മുതലെടുപ്പ് നടത്തുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കെ സുധാകരൻ്റെ ഇത്തരത്തിലുള്ളൊരു പ്രതികരണം വന്നിട്ടുമുള്ളത്. എന്തായാലും ഈ പറയുന്ന UDF മുന്നണിയിലെല്ലാം തന്നെ കേരള കോൺഗ്രസ് പോയതിനു ശേഷം ദുർബലമായി നിൽക്കുന്ന, അതായത് മുസ്ലിം ലീഗിൻ്റെ കരുത്തിൽ മാത്രം നിൽക്കുന്ന ഒരു മുന്നണിയായി തന്നെയാണ് UDFിനെ കാണാൻ വേണ്ടി കഴിയുക. അപ്പോൾ രാഷ്ട്രീയപരമായി ഒരു ബലപ്പെടുത്തൽ UDFിന് അനിവാര്യമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഇടതുമുന്നണിയിൽ ഒരു വിള്ളലുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം. അല്ലാതെ CPI ഏതെങ്കിലും ഘട്ടത്തിൽ UDFിലേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയല്ല കെ സുധാകരൻ ഈ പ്രതികരണം നടത്തിയതെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാരണം അദ്ദേഹം CPIയെ വിമർശനത്തിനും വിധേയമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായി ഇടതുപക്ഷത്തിലൊരു വിള്ളലുണ്ടാക്കുക, അല്ലെങ്കിൽ CPIഎമ്മിനെയും CPIഎമ്മിനെയും പരസ്പരമായി അവർ ഒരു വിരുദ്ധമായി നിൽക്കുകയാണ് എന്നുള്ളൊരു ധ്വനി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തിൽ മുന്നണിയിൽ തന്നെ LDF മുന്നണിയിൽ തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ അവസരം മുതലാക്കാനുള്ള കെ സുധാകരന്റെ ശ്രമം.